Good morning. Good morning, teacher. ഇന്നലെ എന്ത് പറ്റി ജാസ്മിൻ? ടീച്ചർ, എനിക്ക് ട്രിവാൻഡ്രത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ടീച്ചർ. അതുകൊണ്ടാ കയറാൻ പറ്റും. അതെ, ഓക്കെ. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും കയറുമോ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ. ഓക്കെ ടീച്ചർ. ടീച്ചർ, ഈ ചാപ്റ്റർ എടുത്തായിരുന്നോ? എന്തോ? ഈ ചാപ്റ്റർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളോ അതോ എടുത്ത് തുടങ്ങിയായിരുന്നു? ഇല്ല, ഇന്നിപ്പോ നമ്മളെ റിവിഷൻ ആയിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ അശ്വതി ടീച്ചറിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മൊഡ്യൂള് ഫസ്റ്റും സെക്കൻഡിലെ കുറച്ച് ചാപ്റ്റർ എടുക്കാനില്ലേ? അശ്വതി ടീച്ചറിന്റെ 3 ചാപ്റ്റർ ഇനി ടീച്ചറിന് തീർക്കാനുണ്ട്. അപ്പൊ ടീച്ചറിനെയും കൂടി നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ എക്സാമിനുള്ളത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ ഇന്ന് ശരിക്കും റിവിഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ? ഫസ്റ്റും സെക്കൻഡ് ചാപ്റ്റർ റിവിഷൻ ചെയ്യായിരുന്ന പറഞ്ഞത്. പക്ഷെ അശ്വതി ടീച്ചറിന്റെ ഒരു 3 ചാപ്റ്ററോടെ തീർക്കാനുണ്ട്. ആ ഒരു ചാപ്റ്ററോടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്താ എക്സാം ഇടാൻ പറ്റത്തുള്ളല്ലോ. ഫസ്റ്റ് സെക്കൻഡും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അശ്വതി ടീച്ചറിന്റെ ഒരു ചാപ്റ്റർ ഞാനാ എടുക്കുന്നത് കേട്ടോ. ഇത് വെന്റിലേറ്റർ ആണ്. അപ്പൊ പിന്നെ അശ്വതി ടീച്ചറിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ ജിഷു ടീച്ചർ ഇന്നലെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തുടങ്ങിയില്ലായിരുന്നോ? എടുത്തു തുടങ്ങി ടീച്ചർ. എടുത്തു തുടങ്ങി. അപ്പൊ ഈ ഒരു 3 ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ മൊഡ്യൂള് ഫസ്റ്റ് സെക്കൻഡ് കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം ഇടാതെ പിന്നെ നമുക്ക് ഒത്തിരി നമ്മള് റിവിഷൻ ഇപ്പൊ എനിക്കും നിഷ് ടീച്ചറിന്റെ റിവിഷൻ വേണ്ടി തരാം. പക്ഷെ അശ്വതി ടീച്ചറിന്റെ ടോപ്പിക്കുകൾ അങ്ങനെ നിൽക്കുമല്ലോ. ഇപ്പൊ ടീച്ചറിന്റെ കഴിഞ്ഞ് പിന്നെ ടീച്ചറിന് റിവിഷൻ തരാനുള്ള ആ ടൈം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബാക്കി ടൈം റിവിഷൻ തരാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ അശ്വതി ടീച്ചറിന് കൊടുത്തിരുന്ന ചാപ്റ്റർ ആണ്. പക്ഷെ ഞാനത് ഒരു ചാപ്റ്റർ ഞാനിപ്പോ എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ 27 വെന്റിലേറ്റർ ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ ഒരു ചാപ്റ്ററും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് വെന്റിലേറ്റർ ചാപ്റ്റർ 27 വെന്റിലേറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. വെന്റിലേറ്റർ നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? കേട്ടിട്ടില്ലേ വെന്റിലേറ്റർ എന്ന്? കേട്ടിട്ടില്ലേ? മിക്കവാറും കേൾക്കുന്നതാണ്. ഹോസ്പിറ്റലിലെ ഏതെങ്കിലും പേഷ്യൻസ് ഒക്കെ ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിൽ പറയും വെന്റിലേറ്ററിലാണ് അല്ലെ? അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ വെന്റിലേറ്റർ എന്ന് പറയുന്നേ? വളരെ ഗുരുതരാവസ്ഥയിലുള്ളൊരു രോഗിയാണ് വെന്റിലേറ്ററിലോട്ട്. ക്ലിയർ ആവുന്നില്ലല്ലോ. എന്താണ് ഷാരോൺ പറഞ്ഞത്? ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റിനെ വെന്റിലേറ്ററിലോട്ട് മാറ്റും. എന്തിനു വേണ്ടിയിട്ടാ? ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് വെന്റിലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ വെന്റിലേറ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ലങ്സിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. നമുക്കറിയാം ലങ്സ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ശരിക്കും വെന്റിലേറ്റർ ചെയ്യുന്നത്. ലങ്സിന് നമുക്ക് ശ്വസിക്കാനായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഒരു മെയിൻ ഓർഗൻ ആണ് ലങ്സ് എന്ന് പറയുന്നത് അല്ലെ? റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഒരു മെയിൻ ഓർഗൻ ആണ് ലങ്സ്. അപ്പൊ ഈ ലങ്സിന് എന്തെങ്കിലും അത് കുറെ കേസുകൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും പറ്റി നമുക്ക് എന്തെങ്കിലും ബ്രീത്തിങ്ങിന് അസുഖങ്ങൾ കാരണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആസ്മ പിന്നെ അതുപോലെ ബ്രെയിൻ ഇഞ്ചുറി ഒക്കെ പറ്റി അങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുമ്പോൾ ഡോക്ടേഴ്സ് പറയും വെന്റിലേറ്ററിലാക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും വെന്റിലേറ്റർ എന്ന് പറയുന്നത്? ഈ ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യാണ് അല്ലെ? ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ലങ്സിന് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ അത് അപ്പോഴാണ് ആ ഒരു പേഴ്സൺ ക്രിട്ടിക്കൽ സ്റ്റേജിലാന്ന് പറയുന്നത് അല്ലെ? അല്ലെങ്കിൽ അവർക്ക് ബ്രീത്തിങ് ട്രബിൾ വരുമ്പോൾ അപ്പൊ ഒരു എക്സ്ട്രാ എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടി അവരെ ഹെൽപ്പ് ചെയ്യാണ്, ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ് ശരിക്കും വെന്റിലേറ്റർ ചെയ്യുന്നത്. ലങ്സിന്റെ ഫങ്ഷൻ തന്നെയാണ് വെന്റിലേറ്റർ നിർവഹിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ലങ്സിന്റെ 1-2 കാര്യങ്ങൾ പറയാം. നമുക്കറിയാം ലങ്സ് എവിടെ ഇരിക്കുന്നേ?
ഇവിടെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നേ? റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഒരു പ്രധാന ഓർഗൺ ആണ് ലങ്സ് എന്നറിയാം. അറിയില്ലേ? നമ്മുടെ ചെസ്റ്റിലല്ലേ? എന്താണ് ഷാരോൺ, കേൾക്കണില്ലേ നിങ്ങൾക്ക്? കേൾക്കാം മിസ്സേ. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ലങ്സ് എന്ന് പറഞ്ഞ ലങ്സ് എന്താ ചെയ്യുന്നത്? ശരിക്കും നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ ഉള്ളിലേക്ക് എടുക്കും. അതായത് നമുക്ക് ബ്രീത്തിങ്ങിന് വേണ്ടത് ഓക്സിജൻ ആണ്, അല്ല വേണ്ടത്? ശ്വസിക്കാൻ ആവശ്യമായിട്ട് ഓക്സിജൻ ആണ്. അപ്പൊ ഈ ഓക്സിജന് അകത്തേക്ക് എടുത്തിട്ട് ട്രക്കിയ വഴി, അത് നിങ്ങൾക്ക് ഇവിടെ ഈ നെക്സ്റ്റ് പേജിൽ അവിടെ പറയുന്നുണ്ട്, എയർവേയുടെ ഇത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ പിക്ചർ കാണിക്കാം നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ ശരിക്കും ലങ്സില് നമ്മൾ ഓക്സിജന്, എയറിലുള്ള ഓക്സിജന് ട്രക്കിയ വഴി ബ്രോങ്കസ്, ബ്രോങ്ക്യോൾസ് അതിന്റെ രണ്ട് പാർട്ടാണ്. അത് ബ്രോങ്ക്യോൾസിൽ നിന്ന് അൽവിയോളയിൽ എത്തി, അവിടെ നിന്നാണ് കാപ്പിലറീസിലേക്ക് വന്നിട്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തിക്കുന്നത്. തിരിച്ച് അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് അൽവിയോളയിൽ എത്തി അത് പുറത്തേക്ക് കൊടുക്കുക ചെയ്യുന്നത്. ശരിക്കും ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിന് പുറത്തേക്ക് കളയാണ് ലങ്സ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഈ ഹൃദയത്തിന്റെ ഇത് പറഞ്ഞു, പമ്പിങ് ഓർഗൻ ആണ് ഹാർട്ട് എന്ന് പറഞ്ഞു അല്ലെ? നമ്മളത് പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹാർട്ടിന് 4 അറകളാണ്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അങ്ങനെ 4 അറകളുണ്ട്. അപ്പൊ അതിനകത്ത് റൈറ്റ് ഏട്രിയം അവിടെയാണ് ഈ നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം, അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള രക്തം റൈറ്റ് ഏട്രിയത്തിലേക്ക് വരും. അവിടെ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ വഴിയിട്ട് നേരെ ലങ്സിലേക്കാണ് ചെല്ലുന്നത്. ഈ ലങ്സിൽ വെച്ചിട്ട് അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കും. അതായത് ലങ്സ് എന്ത് ചെയ്യും? ഓക്സിജനെ ബ്ലഡിലേക്ക് കൊടുക്കും, എന്നിട്ട് തിരിച്ച് ആ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുക ചെയ്യുന്നത്. എന്നിട്ടാണ് ആ ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്നിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിലെത്തി, ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ലങ്സ് എന്താ ചെയ്യുന്നത്? ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയാണ് ലങ്സ് ചെയ്യുന്നത്. അപ്പൊ ഈ ലങ്സിന് പല പ്രശ്നങ്ങൾ കാരണം ലങ്സിന് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വെന്റിലേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ വെന്റിലേറ്റർ 27 എന്തോ? വെന്റിലേറ്റർ 27ാമത്തെ ചാപ്റ്റർ ആണോ? വെന്റിലേറ്റർ 27ാമത്തെ ചാപ്റ്റർ ആണോ? എന്റെ മോർച്ചറി സർവീസ് ആണ്. ഏത് പാഠം കഴിഞ്ഞിട്ടാണ് അത്? വെന്റിലേറ്റർ ചാപ്റ്റർ 27 ആണ്. ഇവിടെ നിങ്ങളുടെ നോട്ട് ചെയ്ത് ഞാൻ ഇവിടെ ഡിറ്റക്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞങ്ങളുടെ ചാപ്റ്റർ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ അത് ചാപ്റ്ററിന്റെ പേര് നമ്പർ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിന്റെ എന്താ പറയാ ആ ഹെഡിങ് നോക്കിയാൽ മതി കേട്ടോ. ചാപ്റ്ററിന്റെ പേര് നോക്കിയാൽ മതി, വെന്റിലേറ്റർ. ചിലപ്പോ ഇതിനകത്ത് എത്രാമത്തെ നിങ്ങളുടെ കിടക്കുന്നേ? 30 ആണോ കിടക്കുന്നേ? അതെ. വെന്റിലേറ്റർ എന്നുള്ളത് നിങ്ങൾ ചാപ്റ്ററിന്റെ പേരുകൾ നിങ്ങൾ നോക്കണ്ട, അതിനകത്ത് ആ ചാപ്റ്ററിന്റെ ഏത് ചാപ്റ്റർ ആണെന്ന് നോക്കുക. വെന്റിലേറ്റർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കി, ഇനി ജസ്റ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് ഒന്ന് വന്നേ. A medical ventilator is an equipment that assists the lungs work. ലങ്സിന്റെ വർക്കിനെ സഹായിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് വെന്റിലേറ്റർ, മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ലങ്സ് എന്താ ചെയ്യുന്നത്? ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നു. അപ്പൊ ലങ്സിന് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ ലങ്സിന് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ വെന്റിലേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്താ പറയുക, ലങ്സിന്റെ വർക്കിനെ സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മെഡിക്കൽ വെന്റിലേറ്റർ. മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ. ഇതൊരു ലൈഫ് സേവിംഗ് മെഷീൻ ആണ് പറയാ. നമുക്കിപ്പോ ഏറ്റവും നമ്മളെന്താ പറയാ, ബ്രീത്തിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ?
നമ്മളൊപ്പം മരിച്ചു പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ലൈഫ് സേവിങ് മെഷീൻ. വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു പേഴ്സണെ, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഒരു ലൈഫ് സേവിങ് മെഷീൻ ആണ്. ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ ദാറ്റ് മേക്ക് ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി, അതായത് ഒരു ശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരു പേഷ്യന്റിന് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജില്, അല്ലെങ്കിൽ ഓർ വി കാൺ ബ്രീത്ത് അറ്റ് ഓൾ, അല്ലെങ്കിൽ ശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വസിക്കാൻ പ്രയാസമുള്ള, ബ്രീത്ത് ചെയ്യാൻ പ്രയാസമുള്ള ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആകുമ്പോൾ വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് മെഷീൻ ആയിട്ട് ആക്ട് ചെയ്യുകയാണ് അവിടെ. ആ ഒരു പേഷ്യന്റിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ വെന്റിലേറ്റർ അത്യാവശ്യമാണ്. A ventilator helps to pump air in and out of the lungs so the body can get the oxygen it requires. എന്താ ചെയ്യുന്ന വെന്റിലേറ്റർ ലങ്സിന്റെ അകത്തേക്കും പുറത്തേക്കും ഒക്കെ എയർ പമ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പൊ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ എടുക്കാൻ പറ്റുന്നു. ഓക്സിജൻ കിട്ടുന്നു, നമുക്ക് ഓക്സിജൻ ലഭിക്കും. ഓക്കെ, അപ്പൊ വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് ദ എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്. വെന്റിലേറ്റർ എന്താ ചെയ്യുന്നത്? ലങ്സിന് അകത്തേക്കും പുറത്തേക്കും ഒക്കെ എയർ പമ്പ് ചെയ്യാനായിട്ട് വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി നമുക്ക് to help get oxygen from the ventilator into the lungs. നമുക്ക് പറയാം നമ്മൾ സാധാരണയായിട്ട് ഇപ്പൊ ബ്രീത്തിങ്ങിന് പ്രശ്നമൊക്കെ ആയിട്ട് പെട്ടെന്ന് സ്ട്രോക്ക് ഒക്കെ വരും. അപ്പൊ അവർക്ക് ശ്വസിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഈ മാസ്ക് വെച്ചാൽ മതിയാവും. മാസ്ക് വെച്ചിട്ട് അപ്പൊ അതിന് വെന്റിലേറ്ററിന്റെ ആവശ്യം പറ്റില്ല. നോർമൽ ഇതിനകത്താണെങ്കിൽ, നോർമൽ കണ്ടീഷനായിട്ട് നമുക്ക് മാസ്കിന്റെ സഹായത്തോടു കൂടി തന്നെ, മാസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭിക്കും. എന്നാലോ അവർക്ക് ഈ പേഷ്യന്റിലാണെങ്കിൽ കുറച്ചുകൂടി ഒരു അപകടകരമായ ഒരു അവസ്ഥയിലാണെങ്കിൽ down to the throat to supply lungs നമ്മള് സാധാരണ റെസ്പിറേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലാണെങ്കിൽ മാസ്ക് ആണ് അവിടെ വെക്കുന്നത്. ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് മാസ്ക് ഉപയോഗിക്കുന്നത്. ഓക്സിജൻ പ്രൊവൈഡ് ചെയ്തിട്ടും ആ ബ്രീതിങ് നമ്മളപ്പ ഇത് വെന്റിലേറ്റർ നമുക്ക് രണ്ട് ടൈപ്പില് നമുക്ക് വെന്റിലേറ്റർ കൊടുക്കാം. ശരിക്കും പറഞ്ഞ രണ്ട് മെത്തേഡിലാണ് വെന്റിലേറ്റർ രണ്ട് മെത്തേഡിലാണ് നമുക്ക് വെന്റിലേറ്റർ നൽകുന്നത്. ഫസ്റ്റ് നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്യൂബ് ഒന്നും അകത്തേക്ക് വെച്ചിട്ട് തന്നെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ ഇൻവാസീവ് മെത്തേഡ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു മാസ്ക് വെച്ചിട്ട് തന്നെ എന്താ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെയാണ് വെന്റിലേറ്റർ ചെയ്യുന്നത്. കോൺഷ്യസ് ആണെങ്കിൽ, കുറച്ചുകൂടി ക്രിറ്റിക്കൽ ആണെങ്കിൽ ഈ മാസ്ക് വെച്ചിട്ടും അവർക്ക് ആ ഒരു സ്റ്റേജിലാണെങ്കിലാണ് നമ്മൾ അതവിടെ പറഞ്ഞത് ബ്രീത്തിങ് ട്യൂബ് തന്നെ അത് വഴി തൊണ്ടയിലൂടെ ഇറക്കി അത് കുറച്ചും കൂടി ക്രിറ്റിക്കലാണ്. നോർമലാണെങ്കിൽ നമുക്ക് മാസ്ക്
എക്സ്പാൻഡ് എന്ത് ചെയ്യാൻ പറ്റുന്ന പ്രൊവൈഡ് ചെയ്യുന്നത്, ഓക്സിജൻ അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ventilator other names, they are breathing machine or mechanical ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ വെന്റിലേറ്റർ വേണ്ടി വരും. അപ്പൊ അത് എന്താ പറയുക, എനിക്ക് ആവശ്യമുള്ള ഓക്സിജൻ അപ്പൊ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെ കിട്ടും. ഓക്കെ, ഇനി ആവശ്യം ഈ കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണ് ഇത് ചോദിക്കൂ കേട്ടോ. നോക്കാം, ആണെങ്കിൽ എടുത്തിട്ടുണ്ടോ? സുമിത്ര, ആരെങ്കിലും റിലേറ്റീവ്സോ ആരെങ്കിലും വെന്റിലേറ്റർ കിടത്തിയിട്ടുണ്ടോ? ഉണ്ണി, എന്റെ മോൻ. ഇല്ലേ? എന്റെ മോൻ ഇല്ല ടീച്ചർ. ഹലോ ഹലോ ടീച്ചർ. ഉണ്ടോ? ഇല്ല. സാധാരണ നമ്മൾ ആ വെന്റിലേറ്ററിലാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ അല്ലെ. വെന്റിലേറ്ററിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തായാലും ഇത്രേ ഉള്ളൂ. ചുരുക്കി പറയുകയാണെങ്കിൽ പേഷ്യന്റിന് ബ്രീത്ത് ചെയ്യാൻ, ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ബ്രീത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ലങ്സ് ചെയ്യുന്ന അതേ വർക്ക് തന്നെ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, മിഷ്യനാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ബ്രീത്തിങ്ങിന് പ്രശ്നമാകുമ്പോഴാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത്. ലങ്സ് ചെയ്യുന്ന ജോലി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്കപ്പോ ഇത് നോക്കി ഇവിടെ നമ്മൾ പറഞ്ഞ അപ്പൊ വെന്റിലേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് ബൈ ദ or mechanical ventilation. Some of the health condition that may require the ventilator. Ventilator ആവശ്യമായിട്ട് വരുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഓരോന്ന് നോക്കാം നമുക്ക്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻ ക്യാൻ ലീഡ് ടു ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. പല ഹെൽത്ത് കണ്ടീഷൻസിലും നമുക്ക് ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകാം. അത് ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് ആണ് പറയുന്നത്? ഫസ്റ്റ് നോക്കിയേ, ARDS. ഇവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. ARDS എന്താണ്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ARDS ഇത് ഒരു തരത്തിലുള്ള ഒരു ലങ്സ് ഫെയിലിയർ ആണ്. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത് ARDS. ക്രിറ്റിക്കൽ ആയിട്ട് നമുക്ക് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ഇസ് എ ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വെന്റിലേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് വരും. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞാണ് വെന്റിലേറ്റർ ARDS.
acute respiratory distress syndrome. എന്ന് പറയുന്നത് ARDS എന്ന് പറഞ്ഞാൽ is a type of lung failure due to fluid build up in your lung and low blood oxygen level. Oxygen level ലങ്സിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് വന്ന് ഉണ്ടായിട്ട് അവിടെ ഓക്സിജൻ ബ്ലഡ് ഓക്സിജൻ ലെവൽ കുറയുന്ന ഒരു ഇതാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് അവിടെ ARDS. ഇത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ വെന്റിലേറ്റർ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻ? acute respiratory distress syndrome. ഒരു സെന്റൻസ് ഒന്ന് എഴുതിക്കേ. ARDS is a type of lung failure. Is a type of lung failure due to fluid it build up the lungs in your lungs and low. ടീച്ചർ ഒന്നുകൂടെ പറയൂ. ഡ്യൂ ടു okay, due to fluid, FLUID, due to fluid build up, BUILD, build up in your lungs, and low blood oxygen levels. ആണ് ARDS. കണ്ടീഷൻ പറഞ്ഞ ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമണറി ഡിസീസ്, COPD. അതും എക്സ്പാൻഡഡ് ഫോം പഠിക്കണം കേട്ടോ. ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമണറി ഡിസീസ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ, COPD. എന്താണ് എക്സ്പാൻഡഡ് ഫോം COPD-യുടെ? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ക്രോണിക് ഡിസീസ് ആണ് COPD പറയുന്നത്. ഈ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന എയറിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഒരു ഡിസീസ് ആണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് എന്താ പറയാ കൂടുതൽ എയർ എടുക്കാൻ പറ്റില്ല. അകത്തേക്ക് നമുക്ക് എയർ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ്, അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഒരു ഡിസീസ് ആണ് COPD എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മളപ്പോ എയർ ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് പുറത്തേക്ക് കളയാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആണ് അവിടെ. അപ്പൊ ഓക്സിജൻ അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഓക്സിജൻ നമ്മൾ എടുക്കുമല്ലോ, എന്നിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്നത്. ഒരു എക്സൈസ് അല്ലേ ശരി ലങ്സിൽ നടക്കുന്നത്. അപ്പൊ അവിടെ ഓക്സിജന്റെ അവിടെ കുറവായിരിക്കും. ഈ ഒരു ഇതിനാണ് നമ്മൾ ഈ ഒരു കേസാണ് COPD പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു സെന്റൻസ് ഒന്ന് എഴുതിക്കോട്ടോ. COPD. A group of COPD is a group of lung disease that block airflow. എയർഫ്ലോനെ ബ്ലോക്ക് ചെയ്യാണ്. That block airflow and make it difficult to breathe. Make it difficult to breathe. Okay. Airflow
ബ്രേക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള എന്താ പറയാ ഓക്സിജൻ എടുക്കാനും അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു ടൈമിലും ഈ സിറ്റുവേഷനിലും ഹെൽത്ത് കണ്ടീഷനിലും നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കിയേ, ആസ്മ. ആസ്മ കേട്ടിട്ടില്ലേ? ആസ്മ ശ്വാസം മുട്ട്, ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ വലിക്കുന്ന ഒരവസ്ഥ, ആസ്മാന്ന് നമ്മള് ഭയങ്കര പ്രയാസപ്പെട്ട് ഇങ്ങനെ ദീർഘശ്വാസം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കിതയ്ക്കുക, അർത്ഥമുള്ള AZEIN, അസൈൻ എന്ന അർത്ഥമുള്ള, അസൈൻ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കിതയ്ക്കുക അല്ലെങ്കിൽ ആയാസപ്പെട്ട് ശ്വസിക്കുക എന്ന മീനിങ് ആണ് അസൈൻ. അസൈൻ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആസ്മ എന്ന വേർഡ് ഉണ്ടായത്. ആസ്മ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ശ്വാസമുട്ട്, വലിവ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലും നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. അപ്പൊ അവർക്ക് എന്താ പറയാ, ശ്വസിക്കാൻ പറ്റില്ല അല്ലെ, നോർമല് നമ്മള് ശ്വസിക്കാൻ, അതാണ് ആസ്മ. ജസ്റ്റ് ഒരു സെന്റൻസ് എഴുതിക്കോ, ആസ്മ, ASTHMA, ആസ്മ. Asthma, a condition in which a person's airways become inflamed, 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 narrow and swell, and produce extra mucus, MUCUS, extra mucus, which makes difficult to breathe, ഇപ്പൊ നിങ്ങൾ ഈ തന്നേക്കുന്നത് പഠിക്കണ്ട കേട്ടോ. അതിനകത്ത് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ വെന്റിലേറ്റർ യൂസ് ചെയ്യാതെ ഡെഫിനിഷൻ ചോദിക്കൂല, ജസ്റ്റ് ഞാൻ എന്താണ് സെന്റൻസ് തന്നോന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ വലിവ് ഇങ്ങനെയുള്ള ഹെൽത്ത് കണ്ടീഷൻസിലും വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ് ആണ് ബ്രെയിൻ ഇഞ്ചുറി. നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആരാ കൺട്രോൾ ചെയ്യുന്നേ? ബ്രെയിനല്ലേ. അപ്പൊ ഈ ബ്രെയിനിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പിന്നെ നമുക്ക് പറയണ്ട, നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് നോർമലി ചെയ്യാൻ പറ്റില്ല അല്ലെ. ബ്രെയിനാണ് നമ്മുടെ ബോഡിയിലേക്കുള്ള എല്ലാ സിഗ്നൽസും കൊടുക്കുന്നത്. അപ്പൊ ബ്രെയിനിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് സിസ്റ്റം നോർമൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതും അങ്ങനെയുള്ള എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നേ നമ്മുടെ ഓരോ കാര്യങ്ങളും, ഒരു മൈന്യൂട്ട് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പൊ ബ്രെയിനിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രീത്തിങ് സിസ്റ്റം നമുക്ക് നോർമൽ ആയിട്ട് നടക്കില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലും നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ബ്രെയിൻ ഇഞ്ചുറി ടൈമിൽ, ബ്രെയിൻ ഇഞ്ചുറി. നെക്സ്റ്റ് വരുന്നത് കാർഡിയാക് അറസ്റ്റ്. ഹൃദയസ്തംഭനമൊക്കെ വരുമ്പോഴോ അല്ലെ, സഡൻ അൺഎക്സ്പെക്ടഡ് ലോസ് ഓഫ് ഹാർട്ട് ഫങ്ഷൻ, ബ്രീത്തിങ്. ഇപ്പൊ ഇത് തന്നെ പെട്ടെന്ന് നമുക്ക് കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ നമുക്ക് എന്താ അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റൂല അല്ലെ.
അപ്പൊ അത് പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനില് അപ്പൊ ഹാർട്ടിന്റെ ഫങ്ഷൻ പെട്ടെന്ന് തന്നെ ലോസ് ആയി പോവാണ്. അപ്പൊ ബ്രീത്തിങ് ലോസ് ആവും, പിന്നെ കോൺഷ്യസ് അതൊക്കെ നഷ്ടപ്പെടുകയാണ്, കോൺഷ്യസ് സ്റ്റേജ് ഒക്കെ നഷ്ടപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ അങ്ങനെ ആ ഒരു കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലും ഹെൽത്ത് കണ്ടീഷൻസിലും നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. കാർഡിയാക് അറസ്റ്റ്. നെക്സ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ അതെന്താണെന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ആണ് നിമോണിയ. നിമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. നിമോണിയ എന്ന് കേട്ടിട്ടുണ്ടോ? നിമോണിയ നമുക്ക് നെഞ്ചിന്റെ നീരൊക്കെ വീണിട്ട് പനിയൊക്കെ കൂടി കഴിയുമ്പോൾ നിമോണിയ എന്ന് പറയും അല്ലെ. കെട്ട് പോലെ വന്ന് നെഞ്ചിന് നീർക്കെട്ട് വന്ന് വീഴുന്ന ഒരു ഇതാണ് നിമോണിയ. അപ്പൊ ആ ഒരു സ്റ്റേജില് പനിയൊക്കെ കൂടി നിമോണിയ ആകുമ്പോഴും അവർക്ക് നോർമലി എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീത്തിങ് ഒന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിലും വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇൻഫെക്ഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് എയർ സാക്ക് in one of both the lungs with maybe filled with the fluid. നമ്മുടെ ലങ്സിൽ ഒരു ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആണ് നിമോണിയ എന്ന് പറയുന്നത്. വായു സഞ്ചികളൊക്കെ വീർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, നിമോണിയ. പിന്നെ അടുത്താണ് കൊളാപ്സ്ഡ് ലങ്സ്. കൊളാപ്സ്ഡ് ലങ്സ്. കൊളാപ്സ്ഡ് ലങ്സ് എന്ന് പറഞ്ഞാൽ ലങ്സ് താറുമാറാകുന്ന ഒരവസ്ഥ ആണ്. ലങ്സ് താറുമാറാകുന്ന അവസ്ഥ. ഇപ്പൊ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകള്, സിഗരറ്റ്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ലങ്സിന് നമുക്കറിയാം ലങ്സിന് പ്രശ്നമാവും അല്ലെ. ലങ്സിന്റെ ഇത് വരും. പിന്നെ അതുപോലെ തന്നെ ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, അപ്പൊ അവർക്കൊക്കെ എന്ന് വെച്ചാൽ കൂടുതൽ പുക എപ്പോഴും ഒക്കെ ഇങ്ങനെ ശ്വസിക്കുകയാണ്. അപ്പൊ അതൊക്കെ ആ ലങ്സിന് എന്താ ഡാമേജ് ഉണ്ടാക്കും. ലങ്സ് ഒരു നോർമൽ വർക്കിംഗ് അല്ലാതെ ഒരു താറുമാറാകുന്ന അവസ്ഥയാണ് കൊളാപ്സ്ഡ് ലങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് എഴുതിക്കോ, ഒരു സെന്റൻസ് എഴുതിക്കോ. കൊളാപ്സ്ഡ് ലങ്സ്. മലയാളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സ് ഫങ്ഷൻ നോർമൽ ചെയ്യാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ ലങ്സ് താറുമാറാകുന്ന ഒരു അവസ്ഥയാണ് കൊളാപ്സ്ഡ് ലങ്സ് എന്ന് പറയുന്നത്. കൊളാപ്സ്ഡ് ലങ്സ്. A collapsed lung occurs, OCCURS, occurs when air escape from the lungs. Collapsed lungs occurs when air escapes from the lungs. Comma. Sorry, full stop. Next sentence. The air then fills the space. Space the air then fills the space outside the lungs. Outside the lungs, comma, between the lungs and the chest wall. ആ ലങ്സിന്റെ ചെസ്റ്റ് വാളിന്റെ ഇടയ്ക്കുള്ള ആ സ്പേസിൽ എയർ വന്ന് നിറയുന്ന ഒരിതാണ്. അപ്പൊ ലങ്സിന്റെ എന്താ നോർമൽ ഫങ്ഷനിങ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആണ്. ലങ്സ് താറുമാറാകുന്ന ഒരവസ്ഥയ്ക്കാണ് കൊളാപ്സ്ഡ് ലങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ മലയാളം സ്ട്രോക്ക് എന്താ? സ്ട്രോക്ക് എന്താ? ഒരു വശമൊക്കെ തളർന്നു പോകുന്ന അവസ്ഥ. എന്താ? തളർന്നു പോകുന്ന അവസ്ഥ. പക്ഷാഘാതം എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്ക്
ബ്ലഡ് കൊണ്ടുവരുന്ന കുഴലുകള്, രക്തക്കുഴലുകളിലൊക്കെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരുമ്പോൾ ബ്രെയിനിൽ വരുന്ന പ്രശ്നം, അതാണ് ശരിക്കും സ്ട്രോക്ക് എന്ന് പറയുന്നത്. ബ്രെയിനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അപ്പൊ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ഡാമേജ്, അതാണ് സ്ട്രോക്ക്. അപ്പൊ ഇതുപോലെ തന്നെ ബ്രെയിന് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ, ലങ്സിനൊക്കെ കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഒരു ഹെൽത്ത് കണ്ടീഷൻസിലും നമുക്ക് ഈ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഡാമേജ്, ജസ്റ്റ് വേണമെങ്കിൽ എഴുതിക്കോട്ടെ ഒരു സെന്റൻസ്, ഡാമേജ് ടു ദ ബ്രെയിൻ, ബ്രെയിൻ ഡാമേജ് ആവാണ്, ഡാമേജ് ടു ദ ബ്രെയിൻ ഫ്രം interruption, interruption, തടസ്സം, interruption, interruption of its blood supply. അപ്പൊ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന ആ ബ്ലഡ് രക്തക്കുഴലുകളൊക്കെ എന്തെങ്കിലും ബ്ലോക്ക്, എന്തെങ്കിലും ഇതായിട്ട് ഡാമേജ് വരുമ്പോൾ ബ്രെയിനിലേക്ക് ബ്ലഡ് പാസ് ചെയ്യാത്ത ഒരു അവസ്ഥ, അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രോക്ക് ഒരു കണ്ടീഷനിലും നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. ഡാമേജ് ടു ദ ബ്രെയിൻ ഫ്രം ഇന്ററപ്ഷൻ ഓഫ് ഇറ്റ്സ് ബ്ലഡ് സപ്ലൈ. നെക്സ്റ്റ് ഹെൽത്ത് ഒരു കണ്ടീഷൻ ആണ് കോമ. കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. നമുക്ക് കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുകയാണ്, നമുക്ക് ബോധം നഷ്ടപ്പെടുന്നു, സുബോധം നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ്, കോമ സ്റ്റേജ് അല്ലെ. നമുക്ക് എന്താണോ ഏതാണോ ആരാണോ ഒന്നും നമുക്ക് അറിയില്ല എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് പ്രൊലോങ്ഡ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, നമുക്ക് കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് കോമ സ്റ്റേജ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കോമയിൽ കിടക്കുന്ന ആളുകളെ? കോമ സ്റ്റേജ് എടുക്കുന്നത് വല്ല ആക്സിഡൻസോ കാര്യങ്ങളോ ഒക്കെ പറ്റി ബ്രെയിനിന് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് കോമ സ്റ്റേജിലേക്ക് പോകും. അവർക്ക് ആരാണോ എന്താണോ അല്ലെങ്കിൽ അവരെ കുറിച്ചോ നമ്മൾ ചെന്ന് കണ്ടാലോ നമ്മളെ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, വെറുതെ ഇങ്ങനെ കിടക്കും. ഇതാണ് നമുക്ക് നമ്മുടെ കോൺഷ്യസ്നെസ് പോകുന്ന കോമ സ്റ്റേജ്. അപ്പൊ കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, ആ ഒരു സ്റ്റേജിലും അവർക്ക് നോർമലി ശ്വസിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു സ്റ്റേജിൽ കോമയിൽ കിടക്കുന്നവർക്ക് വെന്റിലേറ്റർ എന്തായാലും വേണ്ടിവരും. ഓക്കെ, ഡ്രഗ് ഓവർഡോസ്. ഓവർഡോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൂടുതലായിട്ട് കഴിക്കണം അല്ലെ, റെക്കമെൻഡഡ് എമൗണ്ട് ഓഫ് സംതിങ്, മെഡിസിൻ ഓർ ഡ്രഗ്, കൂടുതലായിട്ട് നമ്മള് മെഡിസിനോ ഇതൊക്കെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായിട്ട് നമുക്ക് അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ നമുക്ക് വെന്റിലേറ്റർ യൂസ് ചെയ്യാം. വെന്റിലേറ്റർ യൂസ് ചെയ്യാം. ഡ്രഗ് ഓവർഡോസ്. ഈ ഓവർഡോസ് ഒക്കെ ആയിട്ട് മെഡിസിൻ എടുക്കുന്ന ആളുകൾക്ക് വരുന്നതാണ് കേട്ടോ. ഇപ്പൊ കൂടുതലായിട്ട് മെഡിസിൻ ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കഴിയുമ്പോൾ അവർക്ക് നോർമലി ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരു ഇത് വരും, അപ്പൊ ഒരു കണ്ടീഷൻ വരും. അപ്പോഴും വെന്റിലേറ്റർ യൂസ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ. ഇത് തന്നെ റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ സിസ്റ്റത്തിന് ലങ്സിന് ഫെയിലിയർ ആവുന്ന ഒരു അവസ്ഥ. അപ്പൊ നോർമലി അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, വെന്റിലേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് വരും. റെസ്പിറേറ്ററി ഫെയിലിയർ മീൻസ് എ സീരിയസ് കണ്ടീഷൻ ദാറ്റ് മേക്ക് ടു ഡിഫിക്കൽട്ട് ടു ബ്രീത്ത് ഇൻ യുവർ ഓൺ. നമുക്ക് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ, അതാണ് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്നത്. Respiratory failure develop when the lungs cannot get enough oxygen in the blood. Say condition make that difficult to breathe. It's all. നമുക്ക് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് റെസ്പിറേറ്ററി ഫെയിലിയർ. ഈ ഒരു കണ്ടീഷൻസിന് വേണ്ടി വരും ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ. പിന്നെ അടുത്താണ് ലങ്സ് ഇൻഫെക്ഷൻ. ലങ്ങിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലോ ലങ്സിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ലങ്സിന് ഇൻഫെക്ഷൻ വരികയാണ്, കെട്ട് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളും വരുവാണെങ്കിലും നമുക്ക് ബ്രീത്തിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ വെന്റിലേറ്ററിനെ ആശ്രയിക്കേണ്ടി വരും. ഇനി നെക്സ്റ്റ് ആണ് മയാസ്തീനിയ ഗ്രാവിസ്. മയാസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലുകളൊക്കെ ഭയങ്കരമായിട്ട് ഒരു ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയാണ് മയാസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. അപ്പൊ ഫുൾ ബോഡി ക്ഷീണിച്ചു പോകും.
നമ്മുടെ മസിലുകളൊക്കെ ചുരുങ്ങി പോകും. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ മൊത്തം ഫുൾ ബോഡി ക്ഷീണിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അത് ലോങ് ടൈം ആയിട്ട് തന്നെ നമുക്ക് മെഡിസിൻ കഴിക്കണം ആ ഒരു സ്റ്റേജിൽ. അപ്പൊ അങ്ങനെ മയാസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞ വീക്ക്നെസ് ആണ്. നമുക്ക് മസിലുകൾ ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോയി ഫുൾ ബോഡി ക്ഷീണിച്ചു പോകുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ ആ ഒരു കണ്ടീഷനിലും നമുക്ക് ഈ വെന്റിലേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതൊരു സെന്റൻസ് ഒന്ന് എഴുതിക്കോട്ടോ. മയാസ്തീനിയ ഗ്രാവിസ്. മയാസ്തീനിയ ഗ്രാവിസ്. എ വീക്ക്നെസ്. WEAKNESS. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോവാം. മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ചുരുങ്ങി പോകുന്നു. എ വീക്ക്നെസ്. WEAKNESS. എ വീക്ക്നെസ് ആൻഡ് റാപ്പിഡ് fatigue. And rapid fatigue. FATIGUE. Of ടീച്ചർ muscle. മിസ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. മസിൽസ് ഒക്കെ ക്ലിയർ ആയി കേൾക്കുന്നില്ല. എല്ലാവർക്കും പ്രശ്നമില്ല. സെപ്സിസ് ബ്ലഡിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ്. ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് സെപ്സിസ് പറയുന്നത്. ആ ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്. ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് സെപ്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ബോഡി എങ്ങനെയാണ് ഇംപ്രോപ്പർ ആയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. ടീച്ചർ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കേട്ടില്ലായിരുന്നു. നെറ്റ് തോന്നുന്നു. ഏതാണ് ഏതാ പറയണ്ടേ? ഇപ്പൊ പറഞ്ഞ ഡെഫിനിഷൻ മിസ്റ്റേക്ക് ഗ്രാവിസിന്റെ എ വീക്ക്നെസ് ആൻഡ് ആരാ പറയുന്നേ? ആരാ പറയുന്നേ? ജാസ്മിൻ ആണോ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? നിങ്ങൾ ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നില്ല. ഏതാ പറയേണ്ടത്? മിസ്തീനിയ ഗ്രാവിസ് അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ. മയാസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞാൽ മസിലുകള് ഭയങ്കരമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ മസിൽ ഇങ്ങനെ വീക്ക്നെസ് ആവുന്നു, ചുരുങ്ങി പോകുമ്പോൾ അവിടെ എന്താ നമ്മുടെ ഫുള്ള് ബോഡി ക്ഷീണിച്ചു പോകുന്നു. ആ ഒരു സ്റ്റേജ് ആണ്. അപ്പൊ ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻസിലും നമുക്ക് എന്താ വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ളത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ജസ്റ്റ് അതിനെ കുറിച്ച് ഒരു വേർഡ് ഒന്ന് ഒരു സെന്റൻസ് ഷോർട്ട് ചെയ്തൊന്ന് എഴുതാൻ പറഞ്ഞു. അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് എ വീക്ക്നെസ്. മയാസ്തീനിയ ഗ്രാവിസ് ആയിട്ട് പറയുന്നേ എ വീക്ക്നെസ്. എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നതിൽ ഒരു ഇച്ചിരി ക്ലിയർനെസ് കുറവുണ്ട്. എനിക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. A weakness and rapid RAPID. A weakness and rapid fatigue FATIGUE of muscles under voluntary control. VOLUNTARY. വോളണ്ടറി കൺട്രോൾ. നിങ്ങൾ ഈ ഡെഫിനിഷൻ പഠിക്കണ്ട കേട്ടോ. ഈ ഡെഫിനിഷൻ പഠിക്കണ്ട, ഏതൊക്കെ കണ്ടീഷൻ ആണെന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. ജസ്റ്റ് ഞാൻ പുതിയതായതുകൊണ്ട് ഇനിയാണെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എന്താണെന്നൊരു ഇത് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. മസിലുകള് ഭയങ്കരമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയാണ് മയാസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ സെപ്സിസ് ആണ്. SCPSIS. സെപ്സിസ് എന്ന് പറഞ്ഞ എന്താ? ആൻ ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്. ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് സെപ്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ബോഡി ഇംപ്രോപ്പർ ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ ഒരു
കണ്ടീഷനും ഇനി നെക്സ്റ്റ് ആണ് അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറി. സ്പൈനൽ കോഡ്സിന്റെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റുവാണെങ്കിൽ സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി, അപ്പോഴും ബ്രെയിനിന് പ്രശ്നമാണല്ലോ. അപ്പൊ ആ ഒരു സമയത്തും നമുക്ക് ലങ്സിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജിലും ഹെൽത്ത് കണ്ടീഷനിലും വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സ്പൈനൽ കോഡിന് എന്തെങ്കിലും ഇഞ്ചുറി കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വെന്റിലേറ്റർ യൂസ് ചെയ്യും. പിന്നെ അടുത്ത ലാസ്റ്റ് പറയുന്നത് പ്രീ മച്ചർ ലങ് ഡെവലപ്മെന്റ് ഇൻ ബേബീസ്. ഈ കുട്ടികളൊക്കെ മാസം തികയാതെയൊക്കെ ഉണ്ടാകുന്ന കുട്ടികളില്ലേ, നോർമൽ വളർച്ച എത്താതെ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ ഇല്ലേ പ്രീ മച്ചർ. അപ്പൊ അവർക്കിടെ ലങ്സ് സാധാരണയുള്ള കുട്ടികളുടെ അത്രയും ഡെവലപ്പ് ആവണമെന്നില്ല, ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ അവരെ എന്ത് ചെയ്യും, അവർക്ക് ശരിക്കും ബ്രീത്തിങ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജിലും നമുക്ക് വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. പ്രീ മച്ചർ ലങ്സ് ഡെവലപ്മെന്റ്. അപ്പൊ ഈ പ്രീമച്ചർ ബേബീസിലെ ലങ്സ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് ബ്രീത്തിങ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സ്റ്റേജിലും നമുക്ക് എന്ത് വേണ്ടി വരും, വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഇത്രയും നോക്കുക നിങ്ങൾ. നമ്മൾ പറഞ്ഞത് എന്താണ്, ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻസിലാണ് നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഏതാ പറഞ്ഞത്? ഹെൽത്ത് കണ്ടീഷൻ ഫസ്റ്റ് ഏതാ പറഞ്ഞത്? അക്യൂട്ട് ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. സെക്കൻഡ് വൺ ഏതായിരുന്നു? COPD. COPD. ഇതാണ് എക്സ്പാൻഡഡ് ഫോം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓക്കേ, നെക്സ്റ്റ് ആസ്മ, brain injury, cardiac arrest, pneumonia related with the viral or bacterial infection. Next, collapsed lungs, stroke, coma or loss of consciousness. Coma എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ലോസ് ഓഫ് കോമ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്, നമുക്ക് ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, അതാണ് കോമ സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? കോമ കഴിഞ്ഞിട്ട് ഏതാ? ഡ്രഗ് ഓവർഡോസ്. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ, lung infection, myasthenia gravis, sepsis, upper spinal cord injuries, premature lung development. ഇത് ഇൻ ബേബീസ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റുവേഷൻ, ഈ ഹെൽത്ത് കണ്ടീഷൻസിലൊക്കെ നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ഇത് ചോദിക്കോട്ടോ, ഇതിന്റെ ഡെഫിനിഷൻ ഡെഫിനിഷൻ പഠിക്കേണ്ട. നിങ്ങൾ ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽത്ത് കണ്ടീഷൻ വെന്റിലേറ്റർ മേ ബി റിക്വയർഡ്. വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണ്, ഇത് പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ സർജറി ഒക്കെ ചെയ്യുമ്പോൾ, ഡ്യൂറിങ് സർജറി വെന്റിലേറ്റർ ആർ നീഡഡ്. സർജറി ചെയ്യുമ്പോൾ നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. നമുക്കപ്പോ എന്താ പറയാ, നമുക്ക് അനസ്തേഷ്യ ഒക്കെ തരൂലേ, അനസ്തേഷ്യ ഒക്കെ തരുമ്പോ നമുക്ക് ബോധം ഉണ്ടാവില്ല, ബോധം ഇല്ലാത്ത ഒരു ഇതാണ് അനസ്തേഷ്യ. അപ്പൊ അനസ്തേഷ്യ ഒക്കെ തരുമ്പോൾ നമുക്ക് സർജറി സമയത്തൊക്കെ വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് അനസ്തേഷ്യ, രണ്ട് ടൈപ്പ് അനസ്തേഷ്യ ഉണ്ട്. ഇതിനകത്ത് ഇവിടെ തന്നേക്കുന്നത് ജനറൽ അനസ്തേഷ്യയുടെ കാര്യം പറഞ്ഞേക്കണേ, ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. ജനറൽ അനസ്തേഷ്യ എന്ന് വെച്ചാൽ നമ്മൾ ബോധം കെടുത്ത ഫുള്ളായിട്ട് നമുക്ക് അൺകോൺഷ്യസ് ആയി പോകും. ഫുള്ള് നമ്മള് ഇപ്പൊ അങ്ങനെ സർജറി ഒന്നും ചെയ്യണമെങ്കിൽ ജനറൽ അനസ്തേഷ്യ വേണ്ടി വരില്ല. നമുക്ക് ഏത് ഭാഗമാണോ നമുക്ക് ചെയ്യേണ്ടത് ആ ഭാഗം മാത്രം നമുക്കൊന്ന് മരവിപ്പിക്കുക ചെയ്യുന്നേ. ബാക്കി നമുക്ക് ഒരു ബോധം ഇതൊക്കെ ഉണ്ടാക്കും അല്ലേ. ഇവിടെ ആരെങ്കിലും സിസേറിയൻ ഒക്കെ കഴിഞ്ഞവരുണ്ടോ? സിസേറിയൻ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര സർജറി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ എനിക്ക് സിസേറിയൻ ആയിരുന്നു, അതുകൊണ്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മള് സിസേറിയൻ ചെയ്തപ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് വയറിന്റെ ആ ഭാഗം താഴേക്കുള്ളത് മാത്രം
മരവിപ്പിച്ചാൽ മതിയല്ലോ. അപ്പൊ അത് ലോക്കൽ അനസ്തേഷ്യ ആണ്. അപ്പൊ എവിടെയാണോ നമുക്ക് സർജറി ചെയ്യേണ്ടത് ആ ഭാഗം മാത്രം നമുക്ക് മരവിച്ച് മതിയാവും. അപ്പൊ നമുക്ക് കോൺഷ്യസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കുട്ടീനെ സിസേറിയൻ കഴിഞ്ഞ് കുട്ടീനെ പുറത്തെടുത്തപ്പോ ഡോക്ടർ എന്നെ ഇങ്ങനെ പൊക്കി കാണിച്ചു. എന്ന് വെച്ചാൽ നല്ല ഇപ്പൊ നമ്മുടെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു ഇതല്ല, എങ്കിലും ഒരു എന്താ പറയാ നമുക്ക് ബോധമുണ്ട് അത് കുട്ടിയാണ്. അത് ഡോക്ടേഴ്സ് ചെയ്യുമ്പോഴും അവര് സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പൊ സിസ്റ്റർ ഡോക്ടർ ആണെങ്കിലും സിസ്റ്റർ എടുക്ക് എന്നൊക്കെ പറയുമ്പോ അവര് ഓരോന്നും എടുത്തു കൊടുക്കുന്നതും കുട്ടി ഇപ്പൊ മോനായിരുന്നേ അപ്പൊ കുട്ടീനെ എടുത്തപ്പോ മോനാണ് ആൺകുട്ടിയാണെന്ന് അവര് തമ്മിൽ സംസാരിക്കുന്നതും കുട്ടീനെ എടുത്തു കഴിഞ്ഞപ്പോ അതേ മോനാന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു. അപ്പൊ എന്ന് വെച്ചാൽ അതൊക്കെ ആ ഒരു ഇത് എന്താ പറയാ ലോക്കൽ അനസ്തേഷ്യ ഇപ്പൊ ചെയ്യുന്നത് ഇതിനകത്ത് ഫുള്ളായിട്ട് ബോധം കെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ നേരത്തെയൊക്കെ ജനറൽ അനസ്തേഷ്യ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാട്ടോ ഞാൻ. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമുക്ക് സർജറി ചെയ്യേണ്ടത് ആ ഒരു ഭാഗം മാത്രം. അപ്പൊ അവിടെ മുറിച്ചാലോ കീറിയാലോ നമുക്ക് വേദനയോ തൊട്ടാലോ ഒന്നും നമുക്ക് ആ ഒരു ഭാഗം ഫുള്ളായിട്ട് മരവിച്ച് പോകുന്ന ഒരിത്. ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ ഫുള്ള് ബോധം കെടുത്തും. പിന്നെ ആ അനസ്തേഷ്യയുടെ ഡോസ് കഴിയുമ്പോൾ മാത്രം ആ പേഷ്യന്റ് കോൺഷ്യസ് ആവുള്ളൂ, ബോധത്തിലേക്ക് തിരിച്ചു വരുള്ളൂ. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഈ പേഷ്യന്റ് ഈസ് ഗിവൺ ജനറൽ അനസ്തേഷ്യ for the surgical procedure he is required to be ventilator while sleeping. സർജറി സമയത്ത് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റ് അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ ആ ഒരു സമയത്ത് വെന്റിലേറ്റർ വേണ്ടി വരും. This is due to some anesthesia drugs can make it difficult for the patient to breathe properly on its own while in sleep like the state. ഇവിടെ പേഷ്യന്റ് നമ്മൾ പറഞ്ഞു സർജറി സമയത്ത് നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അൺകോൺഷ്യസ് ആയി പോകും. ആ ഒരു സ്റ്റേറ്റിൽ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ചില അനസ്തേഷ്യ ഡ്രഗ്സ് മെഡിസിൻ മരുന്നുകളൊക്കെ കാരണം നമുക്ക് നമ്മൾ സ്ലീപ്പ് ലൈക്ക് സ്റ്റേറ്റ് ഉറക്കം പോലുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ രോഗി സ്വയം അവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ആ പേഷ്യന്റിന്റെ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള ആ സ്റ്റേജിലും നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ഓക്കെ, ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ഇനിയിപ്പൊ ബാക്കി ഇപ്പൊ നാളെ ഉണ്ടല്ലോ നമുക്ക് ക്ലാസ്. ഇപ്പൊ ബാലൻസ് നാളെ നോക്കാം. ഇപ്പൊ അടുത്ത ക്ലാസ്സിനുള്ള ടൈം ആയല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് വെന്റിലേറ്റർ എന്താണെന്ന് പറഞ്ഞു, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടതെന്നും ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ സർജറി പ്രൊസീജിയർ, അതായത് ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ആ പേഷ്യന്റ് ഫുൾ ആയിട്ട് കോൺഷ്യസ് ആയി അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് വരും. അവർക്ക് ബോധം ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്തും വെന്റിലേറ്റർ വേണ്ടി വരും. ഈ നമ്മൾ അനസ്തേഷ്യ മരുന്നുകളൊക്കെ കാരണം നമ്മൾ പേഷ്യന്റ് ആ സ്ലീപ്പിംഗ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ബ്രീത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് പേഷ്യന്റ് ഫോർ ഡിഫിക്കൽട്ട് ടു ബ്രീത്ത് പ്രോപ്പർലി ഓൺ ഇറ്റ്സ് ഓൺ. ആ സമയത്ത് പേഷ്യന്റിന് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു അവസ്ഥയിൽ രോഗി ശരിയായി ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അപ്പൊ ആ ഒരു സ്റ്റേജിലും നമുക്ക് ഈ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ഓക്കെ, എന്നാ നമുക്ക് ഇത്രയും നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആ സിറ്റുവേഷൻസ് നിങ്ങൾ നോക്കണം കേട്ടോ. അതിനകത്ത് ഡെഫിനിഷൻ അല്ല ചോദിക്കുന്നത്, ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻസിലോ വെന്റിലേറ്റർ യൂസ് ചെയ്യും. പിന്നെ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ലങ്സിന്റെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇതാണ് വെന്റിലേറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പൊ ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങക്ക്? നവമി, ജാസ്മിൻ? ഇല്ല ടീച്ചർ. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ ഹെൽത്ത് കണ്ടീഷൻസ് തന്നേക്കുന്നത് അതെല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. ആ ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. പിന്നെ വെന്റിലേറ്ററിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. ഈ ഹെൽത്ത് കണ്ടീഷൻസും നോക്കുക. അപ്പൊ ബാലൻസ് നമുക്ക് നാളെ ഉണ്ടല്ലോ, നാളെ എടുക്കാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ. ഓക്കെ, താങ്ക് യു.